പള്ളിക്കുന്നിൽ ജയിൽ പെട്രോൾ പമ്പിൽ ഇന്ധന ചോർച്ച കാരണം ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ഒട്ടേറെ വീടുകളിലെ കിണറുകൾ ഇന്ധനം കലർന്നതോടെ ഉപയോഗശൂന്യമായിരിക്കുന്നു. കുടിവെള്ളം പോലും ഇല്ലാതെ വന്നതോടെ സമരത്തിലേക്ക് കടക്കുകയാണിവർ. ജയിൽ അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം. അഭിജിത്ത് മുഴക്കുന്ന അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. പള്ളിക്കുന്നിലെ കുറച്ച് കുടുംബങ്ങൾ വലിയ ദുരിതത്തിലാണ്. കുറേ നാളുകളായി അവരുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിന് നിറവ്യത്യാസവും ദുർഗന്ധവും അനുഭവപ്പെടുകയാണ്. ആദ്യം ഒരു വീട്ടിലായിരുന്നു ഈ പ്രശ്നമുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്തെ ഏതാണ്ട് 8ഓളം വീടുകളിലാണ് ഈ ഒരു പ്രശ്നമുള്ളത്. തൊട്ട് സമീപത്തായി തന്നെ ജയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പമ്പിൽ നിന്ന് ലീക്കായി ഇന്ധനം ഈ വീട്ടിലെ കിണറുകളിലേക്ക് പടരുന്നു എന്നുള്ളതാണ് നിലവിലെ ഇവരുടെ ഒരു ആശങ്ക. അങ്ങനെ ഒരു കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും വന്നിട്ടുള്ളത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ വന്നിട്ട് ഇവിടെ പരിശോധനയൊക്കെ നടത്തിയത് അതിൻ്റെ അകത്ത് കണ്ടെത്താൻ ബോത്ത് പെട്രോൾ ആൻഡ് ഡീസൽ ഇസ് ദേ. ഇവർ വെറും ഒന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ പെർസെൻറ്റേജ് വെരി ഹൈ, 2000. ശരിക്കും ഒന്നുണ്ടായാൽ തന്നെ ക്യാൻസറസ് ആണ്. ഇത് 2000 നമ്മളെ വീട്ടിൽ. ചുറ്റുമുള്ള വീട്ടിലും എല്ലാം ട്രേസ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ ആൻഡ് ഡീസൽ ഒന്ന് മാത്രമേ ലീക്കുള്ളൂ. ഇത് രണ്ടും ലീക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പം അറിയുന്നത്. ഇവർ IOCL ഭാഗത്തുനിന്നായാലും ജയിലിൻ്റെ ഭാഗത്തുനിന്നായാലും അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് കോപ്പറേറ്റ് ചെയ്തിരുന്നുണ്ട്. പക്ഷേ അത് ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അവിടുന്ന് ജയിലിൽ നിന്ന് നമുക്ക് വെള്ളം ഇവിടത്തേക്ക് പമ്പ് ചെയ്തിരുന്നുണ്ട് ഹോസിട്ടിട്ട്. പക്ഷെ അതിൽ ഇഷ്യൂ എന്താ വെച്ചാൽ അതും കണ്ടാമിനേറ്റഡ് ആയി. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വക VHDൻ്റെ വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 1.5 ദിവസം കൂടുമ്പല്ല വരുന്നത്. ചില സമയം 2 ദിവസം വരാറില്ല. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഈ വെള്ളം എത്തുന്നില്ല. പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആളുകൾ ഇനിയും വന്നിട്ടില്ല. അതാണ് ഞങ്ങളെ സങ്കടം. ഞങ്ങളും മനുഷ്യന്മാരല്ലേ. കുടിവെള്ളം ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു ദുരിതത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ജയിൽ വകുപ്പുമായി അധികൃതരും ഒക്കെയായി ഇവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താമെന്നുള്ള ഉറപ്പ് ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എപ്പോൾ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. കുടിക്കാനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം വേണ്ടതുണ്ട്. അത് ഇപ്പോൾ നിലവിൽ അവർക്ക് കിട്ടാത്ത ഒരു ദുരവസ്ഥ കൂടിയുണ്ട്. അതിന് ഉടൻ തന്നെ പരിഹാരം കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടിയാണ് ഈ പള്ളിക്കുന്ന് പ്രദേശത്തുള്ളവർ. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. കുടിവെള്ളം മുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. അടിയന്തരമായി ഇടപെടേണ്ടുന്ന ഒരു വിഷയമാണ് അഭിജിത്ത് മുഴക്കുന്നത് ചൂണ്ടിക്കാണിച്ചത്. നമുക്ക്